അച്ചൻകോവിൽ വഴി തെങ്കാശിയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഏതൊരു യാത്രികന്റെയും മനസ്സ് കുളിർപ്പിക്കുന്ന കാനന ഭംഗിയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. അമേരിക്കൻ ബുള്ളി ഇനത്തിൽപ്പെട്ട ചാങ്ങ എന്ന കുട്ടിക്കൂട്ടുകാരനെയും തമിഴ്നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഞങ്ങളോടൊപ്പം കൂട്ടിയിരുന്നു. വനസൗന്ദര്യത്തിൽ അവൻ ഞങ്ങളോടൊപ്പം ആസ്വദിക്കുന്ന കാഴ്ചകൾ ഞങ്ങളിൽ കൗതുകം ഉളവാക്കി. 2 മാസം പ്രായമുള്ള അവന്റെ കുട്ടിക്കുറുമ്പുകൾ കണ്ട് യാത്രയുടെ ലക്ഷ്യം തന്നെ ഞങ്ങൾ മറന്നുപോയി. വനത്തിന്റെ നടുവിലൂടെയുള്ള ഒരു അരുവിയുടെ കരയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് അതിർത്തിയിൽ നമുക്ക് എത്തുവാൻ കഴിയും. സ്വയം പ്രകൃതിയെ ആസ്വദിച്ച് ഓരോ നിമിഷവും ഞങ്ങൾക്ക് സംരക്ഷണമൊരുക്കി ശ്രദ്ധയോടെ ഞങ്ങളെ നയിക്കുന്ന ചാങ്ങയുടെ കാഴ്ചകൾ ഈ യാത്രയുടെ പ്രത്യേകതയാണ്. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇനിയും കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. കാനന ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ എത്തിയത് ഹരിതശോഭ നിറഞ്ഞ തമിഴ്നാടിന്റെ തനത് ഗ്രാമഭംഗിയുടെ കാഴ്ചകളിലേക്കാണ്. ചില ഛായാചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യ സൗന്ദര്യം ഞങ്ങളിൽ കൗതുകം ഉണർത്തി. തലയുയർത്തി നിൽക്കുന്ന സഹ്യന്റെ താഴ്വരയിൽ പച്ചവിരിച്ച നെൽപ്പാടങ്ങളും നടുവിലൂടെയുള്ള നടപ്പാതയും ആൽത്തണലിൽ നിർമ്മിച്ച കൊച്ചു ക്ഷേത്രങ്ങളും തുടങ്ങി വിസ്മയങ്ങൾ വിരിയിച്ചാണ് തമിഴ്നാട്ടിലെ മേക്കര എന്ന കൊച്ചു ഗ്രാമം ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഒരു കാലത്ത് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു എന്ന് കാണണമെങ്കിൽ ആ ഗതകാല സ്മൃതികളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഉറപ്പായും പച്ചപുതച്ച ഈ ഗ്രാമം നിങ്ങൾ സന്ദർശിക്കണം. കൃഷിപ്പണികൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമീപവാസികളായ അമ്മമാരെ ഞങ്ങൾ കണ്ടു. അവരോട് കുശലം പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സ്വന്തം ചാങ്ങയുമൊത്ത് യാത്ര തുടരുകയാണ്. എങ്ങും തണൽ വിരിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന സഹ്യന്റെ കാഴ്ചകളും വൃത്തിയുള്ള റോഡുകളും ഞങ്ങളുടെ യാത്രയെ സുഗമമാക്കി തീർത്തു. റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഭീമാകാരമായ വിൻഡ് ടർബൈനുകളുടെ കാഴ്ചകൾ ഞങ്ങളിൽ അത്ഭുതം ഉളവാക്കി. പ്രകൃതിദത്തമായ വൈദ്യുതി ഉൽപാദനത്തിന് തമിഴ്നാട് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം മാതൃകാപരമായ ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. കേരളം ഇത് മാതൃകയാക്കി ചെയ്യേണ്ട ഒന്നാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് ഒരു നിമിഷം ഞങ്ങൾ ആലോചിച്ചു പോയി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. തമിഴ്നാടിന്റെ ഉൾഗ്രാമപ്രദേശത്തുകൂടി യാത്ര ചെയ്ത് വേണം സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദര നിമിഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്താണ്. സൂര്യകാന്തി പൂക്കളുടെ കൃഷിയാൽ പ്രസിദ്ധമായ സ്ഥലമാണ് ഇത്. ഇളം കാറ്റിൽ ഒരു ചെറിയ കൊഞ്ചലോടുകൂടി ആടിക്കുഴഞ്ഞ് സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി സൂര്യകാന്തി ചെടികളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകി. വിനോദസഞ്ചാരികളെ ലക്ഷ്യമാക്കി ചില തദ്ദേശവാസികൾ അവരുടെ കൃഷിയുൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കാഴ്ച ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തിപ്പൂവിൻ്റെ അവർണ്ണനീയമായ സൗന്ദര്യം ഒരൽപ്പനേരം ആസ്വദിച്ചു.
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭൂതിയാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. ധാരാളം വിനോദസഞ്ചാരികളാണ് സൂര്യകാന്തി പൂവിൻ്റെ സൗന്ദര്യം കാണുവാൻ ഇവിടെ എത്തുന്നത്. ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനത്തിന് വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്ന പുഷ്പമാണ് സൂര്യകാന്തി. ഇത് ഒരു വാർഷിക സസ്യമാണ്. അമേരിക്കയാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം. തമിഴ്നാട്ടിൽ സുന്ദരപാണ്ഡ്യപുരത്താണ് സൂര്യകാന്തി പൂക്കൾ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത്. നെല്ല്, ചോളം, തക്കാളി തുടങ്ങിയ കൃഷികളും ഈ പ്രദേശത്ത് അവർ നടത്തിവരുന്നു. കേരളവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ഏകദേശം കേരളത്തിൻ്റേത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രായഭേദമില്ലാതെ നിരവധി ആളുകൾ സ്വയം മറന്ന് ആസ്വദിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദര നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് ഞങ്ങൾ അന്യൻപാറയിലേക്ക് യാത്ര തുടരുകയാണ്. അന്യൻപാറയിലേക്കുള്ള യാത്രമധ്യേ അതിമനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു. പച്ചവിരിച്ച വിശാലമായ ആ പ്രദേശത്ത് കുറച്ചുനേരം ചെലവഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. മലകളും പച്ചിപ്പും തടാകങ്ങളും എന്നുവേണ്ട മനസ്സിന് ആനന്ദം നൽകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ദ്രാവിഡ മണ്ണിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. നേരം വൈകുന്നു. സമാനതകളില്ലാത്ത തമിഴ് സൗന്ദര്യം ആസ്വദിച്ച് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. തമിഴ് ചിത്രങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന സ്ഥലം എന്ന് അറിയപ്പെടുന്ന അന്യൻപാറയിലേക്കാണ് അടുത്ത ഞങ്ങളുടെ യാത്ര. ഇത് അന്യൻപാറ. സുന്ദരപാണ്ഡ്യപുരത്തിനും തെങ്കാശിക്കും ഇടയിലാണ് തമിഴ് സിനിമയിലെ ഇഷ്ടസ്ഥലമായ അന്യൻപാറ സ്ഥിതി ചെയ്യുന്നത്. നിരവധി തമിഴ് ചിത്രങ്ങളുടെ ചിത്രീകരണം ഈ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ശങ്കർ വിക്രം സിനിമയായ അന്യൻ്റെ ചിത്രീകരണം നടന്നത് ഇവിടെയാണ്. അതിനാലാണ് അന്യൻപാറ എന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത്. അന്യൻ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഈ പാറയിൽ വരച്ച രജനീകാന്തിൻ്റെയും MGRൻ്റെയും മറ്റും ചിത്രങ്ങൾ ഇപ്പോഴും മായാതെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ വിസ്മയ കാഴ്ചകൾ പകർത്തി ഞങ്ങൾ പാറയുടെ മുകളിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. നിരവധി വിനോദസഞ്ചാരികളാണ് ഈ പാറയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഇവിടെ എത്തുന്നത്. ഉയരം കൂടിയ തലയെടുപ്പോടെ നിൽക്കുന്ന പാറയുടെ മുകളിൽ നിന്ന് അനന്തമായി കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വയൽപ്പരപ്പുകളുടെ കാഴ്ച അവർണ്ണനീയമായ ഒന്നാണ്. യാത്രയുടെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നി നമ്മുടെ കുഞ്ഞിച്ചാങ്ങ ഉറക്കത്തിലായി. സമയം വൈകിയിരിക്കുന്നു. ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തമിഴ്നാടിൻ്റെ മനോഹരമായ പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ ഏവർക്കും നന്ദി.